ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ജൂൺ 6-ാം തീയതി ഞങ്ങളൊരു ജന്തർ മന്ദിറിൽ ഒരു പ്രതിഷേധം. ബേസിക്കലി ഞങ്ങളിപ്പോ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. കേരളത്തില് ജയിച്ചു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ഒരു തമ്മിലടി നമ്മൾ കണ്ടതാണ്. ഇന്നലെ ഒരു കോൺഗ്രസിന്റെ നേതാവ് പറയുന്നുണ്ടായിരുന്നു, അയാളുടെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവിന് വേണ്ടിയിട്ട് ജോലി സ്ഥലം മാറ്റം വേണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു അത് പറയാൻ പാടില്ല, ആവശ്യം വന്നാൽ അത് ചെയ്യാൻ പാടില്ല. അതൊരു വിവരം കെട്ട രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ പറയും. അപ്പുറത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും ഇപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരനും നേരെ നിൽക്കുന്ന BJP-ക്കാരനും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം എന്റെ ആളാണ്. ഇവരുടെ ആവശ്യം, ഇവരുടെ ഒരു പ്രശ്നം അത് എന്റെയും പ്രശ്നമാണ് എന്ന് അറിഞ്ഞു മുമ്പോട്ട് വരാൻ പറ്റുന്ന ശബ്ദങ്ങൾ അതായി മാറണം പാറ്റകൾ എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പാറ്റാന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. മനുസ്മൃതിയിലെങ്ങാണ്ടാണ് ഈ പാറ്റ അടക്കമുള്ള ചെറുപ്രാണികൾ, അവരെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേര് ക്ഷുദ്ര ജന്തുക്കൾ എന്നാണ്. ഞങ്ങൾക്ക് ക്ഷുദ്ര ജന്തുക്കളാണ്. അതിലും നല്ല പേര് കൂറ എന്നാണ്. ഈ നീറ്റ് പരീക്ഷയായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞല്ലോ, ഇനി അടുത്തൊരു മൂവ്മെന്റ് എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ജൂൺ 6-ാം തീയതി ഞങ്ങളൊരു ജന്തർ മന്ദിറിൽ ഒരു പ്രതിഷേധം. ബേസിക്കലി ഞങ്ങളിപ്പോ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇനിയും ശബ്ദമുയർത്താൻ തന്നെയാണ്. ഈ നീറ്റ് പരീക്ഷ മാത്രമേ എല്ലാവരും കേൾക്കുന്നുള്ളൂ. CBSE പരീക്ഷയിൽ വലിയൊരു സ്കാം നടന്നിട്ടുണ്ട്, അവിടെ നടന്നിട്ടുണ്ട്. May 24 നടന്ന UPSC എക്സാംസിൽ സ്കാം നടന്നിട്ടുണ്ട്. സോ ഇതൊരു തുടർ കഥയായി പോയി കഴിഞ്ഞാൽ പണ്ട് വ്യാപം സ്കാം, അതാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നടന്ന എഡ്യൂക്കേഷണൽ സ്കാമിലെ ഏറ്റവും വലിയ സ്കാം എന്നറിയപ്പെടുന്നത് വ്യാപം സ്കാമാണ്. അത് മധ്യപ്രദേശിലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വേണ്ടിയിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ. അത് ഏകദേശം 3 ലക്ഷത്തോളം പേരാണ് അവിടെ ജോലിയിൽ പ്രവേശിച്ചത്. 2000 കോടിയുടെ അഴിമതിയാണ്. പൈസ മേടിക്കുക, ജോലിക്ക് പ്രവേശിച്ചു. അത് 2014 1998 തുടങ്ങിയത്. അത്തരത്തിൽ ഇങ്ങനെ നീണ്ടുപോകാൻ ഒരു സാധ്യത ഉണ്ടാവില്ലേ ഇപ്പൊ ഒരു സ്റ്റാർട്ടിങ് ആണെങ്കിൽ? തീർച്ചയായിട്ടും. അപ്പൊ ഇത് മുളയിലെ നുള്ളിക്കളയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം. തീർച്ചയായിട്ടും. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ വ്യാപം സ്കാം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ കേരളത്തിലും ഇതേപോലെ തന്നെ, അതായത് എന്താ പറയാ, ഇപ്പോ CPM-ന്റെ കീഴില് നമ്മൾ ഒരുപാട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, സൊസൈറ്റീസോ എന്തൊക്കെയോ ഉണ്ടല്ലോ, ഗ്രാമീൺസ് എന്തൊക്കെയോ, അതൊക്കെ അതിന്റെ സർവീസില് അതിലേക്ക് പൈസ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കയറ്റിക്കോളാം എന്നൊരു സ്കാം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പലരും വഞ്ചിക്കപ്പെട്ട് പൈസ കൊടുത്തു, പക്ഷെ നമുക്ക് ഇപ്പോഴും ജോലി ആയിട്ടില്ല എന്ന്. ഇതിനു മുന്നേ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് എൽദോ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പെരുമ്പാവൂരിൽ മത്സരിച്ച വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, പേഴ്സണലി അദ്ദേഹത്തിന് അറിയാവുന്ന കുറച്ച് ആളുകളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചിട്ട്, അയാളൊരു ഇടതുപക്ഷ അനുഭാവി കൂടിയാട്ടോ. അപ്പൊ അങ്ങനെ വാങ്ങിച്ചിട്ട് ഇപ്പോഴും ജോലി അവർക്ക് കൊടുത്തിട്ടില്ല, പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയും ചെയ്തു. ആ ഒരു സ്കാമും കേരളത്തിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നങ്ങളും, അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇതൊരു പർട്ടിക്കുലർ പാർട്ടിക്കെതിരെ അല്ല. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ എവിടെ കണ്ടാലും അതിന് ഈ പറഞ്ഞ പോലെ ആളുകൾ മുമ്പിലേക്ക് വരണം. ഇപ്പൊ ഞങ്ങൾ പറയാണ് ഇന്ന സ്ഥലത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ, അതിനെതിരെയാണ് ഞങ്ങൾ പ്രശ്നം. അങ്ങനെയല്ല, ആളുകൾ മുമ്പോട്ട് വരികയാണെങ്കിൽ അവർക്ക് ശക്തി വരാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാവും. അവരുടെ ആവശ്യങ്ങൾ മുമ്പോട്ട് വെക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട് ഞങ്ങൾ ഉണ്ടാവും. ഈ CJP-യുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിനകത്ത് ഭൂരിപക്ഷം നിൽക്കുന്നതും ജസ്റ്റിസ് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന പിള്ളേരാണ്. അവരുടെ ശബ്ദത്തിന് ഇന്ന് വലിയ വോളിയമാണ്. അത് തീർച്ചയായിട്ടും എല്ലാ കാലത്തും എല്ലാ കാര്യത്തിനും ഉണ്ടാവും, എല്ലാ പാർട്ടിക്കെതിരെയും ഉണ്ടാവും, ഈ പറഞ്ഞതുപോലെ എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടാകും. ഇനി ഇതൊരു മൂവ്മെന്റ് മാത്രമാണ്. ഇപ്പോൾ തുടക്കത്തിലെ മൂവ്മെന്റ് പലരും ഇതൊരു പാർട്ടിയാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയ്ക്ക് വീഡിയോ കാണുമ്പോൾ മാറുമല്ലോ. ഇപ്പൊ ഈ മൂവ്മെന്റ് മാറി ഇതൊരു പാർട്ടി ആയി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ വിഷൻസ്? എന്തൊക്കെയായിരിക്കും പാർട്ടിയിലേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷൻസ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ കാര്യം, ഇത് ഇന്ത്യയിലല്ല ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സംഭവം. കാനഡയിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, റൈനോസറസ് പാർട്ടി എന്നാണ് പറയുന്നത്. അയർലൻഡിൽ ഉണ്ടായിരുന്ന ബസ് പാർട്ടി. പക്ഷെ ഇവിടെയൊക്കെ അത് പരാജയപ്പെട്ടു പോകാനുള്ള ഒരു റീസൺ, നേരത്തെ ഈ പറഞ്ഞതുപോലെ ഇതൊരു ഇനീഷ്യൽ മൂവ്മെന്റ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ ആവരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത് പൊതുമധ്യത്തിലേക്ക് വരണമെന്നും ഒരിക്കലും ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി ഇതൊരു
മത്സരത്തിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ വിജയിക്കുന്ന ഒരു സംഭവം ആകരുത്. അങ്ങോട്ട് പോയില്ല എങ്കിലും ഇത് പൊതുമധ്യത്തിലേക്ക് വരികയും എല്ലാ ആളുകളെയും ഇതിൽ ഇൻക്ലൂസീവ് ആക്കണമെന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അതൊരു പാർട്ടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതായത് കുറച്ച് 2-3 കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അജണ്ടാസ് പോലെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് സ്ത്രീകൾക്ക് 50% സംവരണം കൊടുക്കണം. അത് അത് നാരി ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. അത് വെറും പ്രഹസനമാണ്. ഇന്ന് അവർക്ക് കൊടുക്കാൻ അത് പറ്റിയില്ല എങ്കിൽ പിന്നെ കൊടുക്കാമെന്ന് പറയുന്നത് ശരിയല്ല. ഇന്ന് കൊടുക്കണം പറ്റുകയാണെങ്കിൽ. 2, കറപ്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജുഡീഷ്യറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്ക് പിന്നീട് ഈ നമ്മുടെ എന്താ പറയുക ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരാനായിട്ട് ഇവര് വഴിവെട്ടുന്നത് അത് ശരിയല്ല. ഇത് പിന്നെ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞതുപോലെ പരീക്ഷാ പേപ്പറുകളുടെ ലീക്കേജ്. അതൊരു ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പലരും കാണുന്നത്. എത്രയോ കുട്ടികളുടെ ഭാവിയാണ്. ഈ കുട്ടികളുടെ ഭാവി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഭാവിയാണ്. അത് നശിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ അപ്പൊ ഇതുപോലെയുള്ള സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പ്രൊജക്ട് ചെയ്ത് മുമ്പോട്ട് വയ്ക്കുകയും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയും എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്ന ഒരു എയിം, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങളുടെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. തീർച്ചയായും. ഇപ്പൊ നമുക്ക് മാനിഫെസ്റ്റോസിലേക്ക് വരാം. അതായത് മാനിഫെസ്റ്റോസിലെ ആദ്യത്തെ മാനിഫെസ്റ്റോ, അതായത് അധികാരത്തിൽ വന്നാൽ ഒരു പാർട്ടി ഫോം ചെയ്ത് നിങ്ങൾ CJP എന്ന് പറഞ്ഞ ഒരു പാർട്ടി മൂവ്മെന്റ് എന്ന് മാറി പാർട്ടിയായിട്ട് അധികാരത്തിൽ വന്നാൽ ഒരിക്കലും ഞാനിതൊരു പാർട്ടി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. ഞാനിതൊരു മൂവ്മെന്റ് ആയിട്ട് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഒരു സോഷ്യൽ മീഡിയ മൂവ്മെന്റ് അല്ല, ഇതൊരു പൊതുമധ്യത്തിലേക്ക് വരേണ്ട ഒരു മൂവ്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഒരു എൽദോ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകൾ, യുവാക്കൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു ഭരണം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ശബ്ദമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് എന്റെ പേഴ്സണൽ വ്യൂ. ഇതിനകത്ത് ചിലപ്പോൾ പാർട്ടി ആവണമെന്ന്, MP ആവണമെന്ന്, MLA ആവണമെന്നും പ്രധാനമന്ത്രി ആവണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ. എനിക്കതില്ല. ഞാൻ പറയുന്നത് ശബ്ദമാകാൻ പറ്റുക, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ പറ്റുന്ന ഒരു 10 പേര് കൂടെ വന്നാൽ ഞാൻ മണിപ്പൂരിൽ പോകാൻ തയ്യാറാണ്. അങ്ങനെയാണ്, അതാണ് ഇതിന്റെ പ്രധാനം. ഇത് ഓരോരുത്തർക്കും ഓരോ സ്റ്റേജ് ആയിരിക്കും. എന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു തീരുമാനം തന്നെയാണ്. ശരിയാണ്, ഒരു പാർട്ടി ഫോം ചെയ്യുമ്പോഴാണെങ്കിലും അതിന്റെ അധികാരം, മൂർത്തിഭാവം അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ആരൊക്കെ തമ്മിലടിക്കണം ഒരുപാടുണ്ടാവും. അതൊക്കെ മാറിയിരിക്കും. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ശബ്ദമായിട്ട് മാത്രം നിൽക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം ഈ എന്റെ ആള് എന്നൊരു പ്രശ്നമാണ്. ഇത് എല്ലാത്തിലുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒന്നും നമുക്കില്ല. നമ്മളിപ്പോ കേരളത്തില് ജയിച്ചു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ഒരു തമ്മിലടി നമ്മൾ കണ്ടതാണ്. ഇന്നലെ ഒരു കോൺഗ്രസിന്റെ നേതാവ് പറയുന്നുണ്ടായിരുന്നു, അയാളുടെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവിന് വേണ്ടിയിട്ട് സ്ഥലം മാറ്റം വേണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു അത് പറയാൻ പാടില്ല. അതൊരു ആവശ്യം വന്നാൽ അത് ചെയ്യാൻ പാടില്ല. അതൊരു വിവരം കെട്ട രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. തീർച്ചയായിട്ടും അത് വിഷമത്തോടെ പറഞ്ഞു പോവുകയാണ്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അപ്പുറത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും ഇപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരനും നേരെ നിൽക്കുന്ന BJP-കാരനും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം എന്റെ ആളാണ്. ഇവരുടെ ആവശ്യം, ഇവരുടെ ഒരു പ്രശ്നം അത് എന്റെയും പ്രശ്നമാണ് എന്ന് അറിഞ്ഞു മുമ്പോട്ട് വരാൻ പറ്റുന്ന ശബ്ദങ്ങൾ അതായി മാറണം പാറ്റകൾ എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പാറ്റാന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല, പക്ഷെ താങ്കൾ അഭിസംബോധന ചെയ്തു. അല്ല, പക്ഷെ പാറ്റ എന്ന് വിളിക്കുമ്പോൾ നമ്മളൊരു ആക്ഷേപഹാസ്യം എന്ന രീതിയിലാണ് പലരും അതിനെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ മാന്യമായിട്ട് ഞാൻ കോക്രോച്ച് ഞാനൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, മനുസ്മൃതിയിലെങ്ങാണ്ടാണ് ഈ പാറ്റ അടക്കമുള്ള ചെറുപ്രാണികൾ അവരെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേര് ക്ഷുദ്ര ജന്തുക്കൾ എന്നാണ്. ഞങ്ങളൊക്കെ ക്ഷുദ്ര ജന്തുക്കളാണ്. അതിലും നല്ല പേര് കൂറ എന്നാണ്. അങ്ങനെ വിളിക്കുന്ന ആളുകളുണ്ട്. ഇതൊരു കോമൺ പേരാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. പിന്നെ ഈ പാറ്റ കിടക്കുന്ന ഗട്ടറിൽ നിന്ന് അല്ലെങ്കിൽ അഴുക്ക് ചാലിലാണല്ലോ പാറ്റകൾ കിടക്കുന്നത്. അവിടെ നിന്ന് ഗ്യാസ് ഉണ്ടാക്കി ചായ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പ്രധാനമന്ത്രി. ഞാൻ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഇന്റർവ്യൂ ഞാൻ കണ്ടതായിരുന്നു. അതായത് പാറ്റകളുടെ തല വെട്ടിയിട്ടാലും 7 ദിവസം അത് ജീവിക്കാം. ആ 7 ദിവസം മതി ഞങ്ങളുടെ ശബ്ദങ്ങൾ
നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാന്നുള്ളത്. അത് ഞാൻ കണ്ടൊരു കാര്യം തന്നെയാണ്. അതിലൂടെയാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ മെസ്സേജ് അയക്കും, റെസ്പോണ്ട് ചെയ്യുന്ന എനിക്ക് അറിയില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്ത് ഇവിടെ വന്നതും. ഇനി നമുക്ക് മാനിഫെസ്റ്റോസിലേക്ക് വരാം. ആദ്യത്തെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞത് വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസുമാരെ, അതായത് അവർക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ അത് ആദ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നിർത്തലാക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസിനെ കൊണ്ടുവന്നത് ആരാണ്? എനിക്കറിയില്ല, ഈ പറഞ്ഞ പോലെ ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റിനെ പറ്റിയിട്ട് ആ മാനിഫെസ്റ്റോ എന്തുകൊണ്ടാണ് അത് വന്നതെന്നുള്ളത് പറയാം. അതായത് ഈ വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് തന്നെ അയാൾ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിലായിരുന്നു. അയാൾ ഒരുപാട് കാലഘട്ടങ്ങളിൽ വക്കീലായും കാര്യമായിട്ടും ഒക്കെ വന്നു. അയാൾ ഒരു ലൈഫ് എൻഡിൽ എത്തുന്ന സമയത്താണ് അയാൾ വിരമിക്കുന്നത്. ഈ ഒരു റിട്ടയർമെന്റ് പീരീഡ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് പൊളിറ്റിക്സിനാണ്. ഇന്നത് ഇല്ലാത്തതാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പലയിടത്തും നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം ഈ അപ്ഡേറ്റ് ആയിട്ട് മാറാൻ സാധിക്കാത്ത ഒരു കൂട്ടം രാഷ്ട്രീയക്കാരുണ്ടാവുന്നു എന്നുള്ളത് കൊണ്ടാണ്. യുവത്വം ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് യഥാർത്ഥ ആവശ്യം. അവര് ഇനി വരാൻ പാടില്ല എന്ന് പറയുന്നതിനേക്കാളും യുവാക്കൾ മുമ്പോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതാണ് ശരിക്കും പ്രൊജക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഏറ്റവും എന്താ പറയാ, ഒരു പെർട്ടിക്കുലർ പ്രായം, ഈ ഒരു ബേസിക് പ്രായം ഉണ്ടല്ലോ, 25 years ഈ രാജ്യസഭയിലേക്ക് വരാനായിട്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു 25 yearsലുള്ള ഒരാൾ മത്സരിക്കുന്നില്ല. ഈ പറയുന്ന അത് മത്സരിക്കണമെങ്കിൽ ആദ്യമേ ഈ തലമൂത്ത നമ്മൾ കണ്ട് ഒരുപാട് പരിചയപ്പെട്ട ആളുകളൊന്നും മാറണം. എന്തുകൊണ്ട് അവര് മാറുന്നില്ല. അതിപ്പോ കോൺഗ്രസിലാണെങ്കിലും ഏത് പാർട്ടിയിലാണെങ്കിലും ആ ഒരു മാറ്റം നമ്മൾ കണ്ടുമടുത്ത അതേ മുഖങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മന്ത്രിസ്ഥാനം വന്നപ്പോ അദ്ദേഹത്തിന് കിട്ടിയില്ല. പക്ഷെ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനായിട്ട് ആവശ്യപ്പെട്ടില്ല, നിങ്ങൾ മാധ്യമങ്ങളാണ് എന്നിലേക്ക് അത് അടിച്ചേൽപ്പിച്ചിരുന്നതെന്നാണ്. സത്യത്തിൽ യുവാക്കൾ മുന്നോട്ട് വരേണ്ട ആവശ്യകതയുണ്ട്, അത് ഏത് പാർട്ടിയിലാണെങ്കിലും. തീർച്ചയായിട്ടും. പിന്നെ ഇവര് വേറൊരു പ്രശ്നം, ഈ പാർട്ടികളുടെ ഒരു പ്രശ്നമാണ്, വി.ഡി. സതീശൻ യുവ മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. അതെങ്ങനെയാവുന്നത്? അത് ശരിയായിട്ടുള്ളൊരു നിലപാടല്ല. ഈ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന, ഞങ്ങൾക്കൊപ്പം ശബ്ദിക്കുന്ന ആളുകൾ ഇപ്പൊ 10-15 വയസ്സുള്ള പിള്ളേരാണ്. ഇവര് ഒരു രാജ്യസഭാ അംഗമായി മത്സരിക്കാൻ പ്രായമാകുന്ന സമയത്ത് അവർക്ക് മത്സരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ആഗ്രഹമാണ് ആ അജണ്ടയുടെ പിള്ളേർ, അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റോയുടെ പുറകെ. തീർച്ചയായിട്ടും വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരണം, നമ്മുടെ ഭരണ സംവിധാനത്തിലേക്ക് വരണം, നമ്മുടെ മന്ത്രിതലത്തിലേക്ക് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ തമിഴ്നാട്ടിൽ നമ്മൾ അതിന്റെ ഒരു ചെറിയ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകൾ, ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകൾ, ഈ പറഞ്ഞ പോലെ വലിയ പ്രായമാകാത്ത ആളുകൾ, അവര് വന്നാൽ നമ്മൾ ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്ന ഒരു നാട് നമുക്ക് കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ നൽകുന്നു. ഇനി അതെന്താകുമെന്ന് അറിയില്ല, പക്ഷെ ആ പ്രതീക്ഷയില്ലേ, ആ പ്രതീക്ഷയുടെ പുറത്താണ് ഈ ഒരു മാനിഫെസ്റ്റോ വരുന്നത്. എന്താണ് ആ പ്രതീക്ഷ പങ്കുവെച്ചു? തീർച്ചയായിട്ടും, അതായത് അഴിമതി ഇല്ലാത്ത, അഴിമതി മുക്തമായിട്ടുള്ള, എന്തിനും ട്രാൻസ്പെറൻസി ഉള്ള അത്തരത്തിൽ, പിന്നെ എന്താ പറയുന്നത്, നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇപ്പോ ഈ ഇവരുദ്ദേശിക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിമാന്മാരായിട്ടുള്ള മന്ത്രിമാര് പറയുന്ന പല സ്റ്റേറ്റ്മെന്റ്സിനെയുമാണ്. അങ്ങനെയല്ലാത്ത റിയൽ, ഇപ്പൊ ഒരു നമ്മുടെ ഈ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു തമാശക്ക്, അതേ സമയത്ത് ആ വീഡിയോ വൈറലാവുന്നത്, പണ്ട് നടന്നൊരു വീഡിയോ ആണ്, അത് വൈറലാവുന്ന ആ ടൈമിൽ സോനം വാങ്ചുക് എന്ന റിയൽ ലൈഫ് സയന്റിസ്റ്റ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് 6 മാസം ജയിലിൽ കിടന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് ഒരു ട്രയലിന് പോലും ലേക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്ത ആളാണ്. കശ്മീരിൽ എന്തോ ഒരു ജൻസി കലാപം സൃഷ്ടിച്ചപ്പോ ഒന്ന് ഇതെല്ലാം കശ്മീരായിരുന്നു, ഇപ്പൊ അത് കശ്മീരല്ല, അതിപ്പം മാറി ലേയും ലഡാക്കും ആയിട്ടുണ്ട്. സോനം വാങ്ചുക് ആരെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 3 Idiots എന്ന സിനിമയിലെ ആമിർ ഖാൻ അല്ലെങ്കിൽ നൻപൻ സിനിമയിലെ വിജയ്, ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഈ സോനം വാങ്ചുക്കിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു റിയൽ ലൈഫ് സയന്റിസ്റ്റ് എന്റെ ലഡാക്കിന് ഒരു സംസ്ഥാന പദവി വേണമെന്ന ആവശ്യവുമായിട്ട് ഒരു കൂട്ടം കുട്ടികളെയും കൂട്ടി മുമ്പോട്ട് പോകുന്നു. ആ കുട്ടികളിൽ 4 പേരെ വെടിവെച്ചിടുന്നു. എന്നിട്ട് ആ കലാപം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് സോനം വാങ്ചുക്കിനെ അകത്ത് പിടിച്ചിടുന്നു. അതിന്റെ ഒരു ട്രയൽ പോലും നടത്താതെ 6 മാസം കഴിഞ്ഞ് അയാളെ ജോധ്പൂർ ജയിലിൽ നിന്നും പുറത്തിറക്കുന്നു. അങ്ങനെ ഒരു നാട്ടിൽ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ, ഇയാൾ ഇവിടെ ഭരിക്കുന്നതായിരുന്നെങ്കിലോ,
അങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതുപോലെയുള്ള ആളുകൾ, വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ മുമ്പോട്ട് വരണം. പല രാഷ്ട്രങ്ങളുടെ മുമ്പിലും നമ്മൾ ഇന്ന് നമ്മുടെ ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മെലഡി എന്തുകൊണ്ട് ചോക്ലേറ്റ് ആവുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയാൻ നമ്മുടെ നേതാക്കന്മാർക്ക് ആവുന്നില്ല. അതിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വിഷമത്തിലാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഈ സോനം വാങ്ചുക്ക് എന്ന് പറഞ്ഞല്ലോ, സോനം വാങ്ചുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കശ്മീരില് ഒരു ജൻസി കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ജൻസികള് സമൂഹത്തിൽ ഇറങ്ങി, ആ നേരത്തിൽ ഇറങ്ങി നമ്മുടെ ഇന്ത്യൻ സേന അവരെ അടിച്ചോടിച്ചു. കാരണം പ്രകോപനം ആകരുതെന്ന് പറഞ്ഞിട്ട് ഈ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെയും പോയതാണ്. അറസ്റ്റ് ചെയ്തു, പിന്നെ പുറത്തേക്ക് വിട്ടോന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ പോയതാണ്. അപ്പൊ അങ്ങനെ ഒരു ജൻസി കലാപം, ആ ഒരു ജൻസി കലാപം ശരിക്കും ഇന്ത്യയിൽ വർക്കൗട്ട് ആകുമോ? ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം പറയാം. ജൻസി പിള്ളേര്, ഒരു കൂട്ടം പിള്ളേര് ഒരു ആവശ്യവുമായിട്ട് മുമ്പോട്ട് വരികയാണ്. ഉടനെ ചാർത്തുന്ന പേര് ജൻസി കലാപം എന്നാണ്. അതൊക്കെ ഇത് എവിടെ നടന്നാലും ഞാൻ CJP-യുടെ അതല്ല പറഞ്ഞേ, CJP-നെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ കശ്മീരിലെ കാര്യം എടുത്ത് പറഞ്ഞ അത് ശരിക്കും ജൻസി കലാപം എന്ന രീതിയിലാണ്. കാരണം അവരുടെ ആവശ്യം പോലും പലർക്കും, അവിടെയുള്ള പിള്ളേര്, അതായത് തെരുവിലിറങ്ങിയ പിള്ളേർക്ക് പോലും അതിന്റെ ആവശ്യം പലർക്കും അറിയത്തില്ല. കാശ്മീരിൽ നടന്നാണോ ലേയിൽ നടന്ന ഇഷ്യൂ ആണോ? കശ്മീരിൽ നടന്ന ഇഷ്യൂ, കശ്മീരിൽ കണ്ടിട്ട് ആ സ്ഥാപനത്തിന്റെ ഒക്കെ കൊടിയും കാര്യങ്ങളും ലേയിൽ നടന്ന ഒരു സംഭവമായിരുന്നു. ലേ ചലോ എന്ന് പറഞ്ഞിട്ടൊരു വലിയ മൂവ്മെന്റ് ആണ്. അതിപ്പോ തുടങ്ങിയതല്ല, കഴിഞ്ഞ ഒരു വർഷം അത് തന്നെയാണ്. അതിനകത്ത് 4 പേര് കൊല്ലപ്പെട്ടു. ആ ഇഷ്യൂ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ലേ ചലോ എന്നാണ് ആ ഇഷ്യൂന്റെ പേര്. അത് ഈ പറഞ്ഞ പോലെ ഒരു ആവശ്യവുമില്ലാത്ത സമരമല്ല. ലഡാക്ക് ഇന്ന് പല കോർപ്പറേറ്റുകളും അധീനപ്പെടുത്താനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ലഡാക്കിന്റെ ഒരു വലിയ പകുതി അദാനിയുടെ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അവിടെ വന്ന് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതിനെതിരെ സോനം വാങ്ചുക്ക് ആദ്യം സംസാരിച്ചു നോക്കി. ആ സംസാരം ഒന്നും ഏറ്റില്ല. ആ സമയത്ത് അദ്ദേഹം ഒരു കൂട്ടം ആളുകൾ കൂടെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങി തിരിച്ചത് ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോണ്ട് പോയിട്ട് വിറ്റല്ലാന്നറിയോ, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, ഞാൻ തെരുവിൽ പ്രതിഷേധിച്ചിട്ടില്ല, ഞാൻ മാറിയിരുന്ന് ഒറ്റയ്ക്ക് പ്രതിഷേധിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ എന്റെ കൂടെ കൂടി ഇത് വഷളാക്കിയോണ്ട് മാത്രമാണ് ഇതൊരു ജൻസി കലാപം എന്നുള്ള ഒരു പേര് വന്നതും അദ്ദേഹത്തെ അവിടുന്ന് റിമൂവ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയതും. നമ്മൾ കണ്ടത് അദ്ദേഹം ഒറ്റയ്ക്ക് പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാ. അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്ന് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം ഓരോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ വിടും, അതൊക്കെ. പക്ഷെ അവരുടെ ആവശ്യം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. ലഡാക്കിന് സംസ്ഥാന പദവി കൊടുക്കുക, സംസ്ഥാന പദവി കൊടുത്ത് അവർക്ക് വേണ്ടി ഒരു മുഖ്യമന്ത്രിയും അവിടെയുള്ള സ്ഥാപനങ്ങളും ഒരു നിയമസഭയും ഒക്കെ കൊടുക്കണം എന്നുള്ളൊരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. അവർക്കൊരു നാഥനില്ല, കളരിയിലേക്ക് പോകുന്നു. അത് കേന്ദ്രത്തിന് എപ്പോ വേണമെങ്കിലും കയറിയ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് മാറുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ സോൾജേഴ്സിന് വേണ്ടിയിട്ട്, പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് വരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള പല, അതായത് തണുപ്പ് ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു സാധനം, ആർട്ടിഫിഷ്യൽ ഗ്ലേഷ്യർ, ഇങ്ങനെ പറഞ്ഞ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ്. അയാളുടെ വാക്കിന് വിലയില്ലാതായി. അത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ മുൻപോട്ട് നടന്നാൽ പുറകിൽ നടക്കാൻ പിള്ളേർ വരും. പക്ഷെ അദ്ദേഹം മുന്നോട്ട് നടന്ന് വഴികാട്ടിയാക്കി നടന്നു കഴിഞ്ഞാൽ പുറകെ പിള്ളേര് കൂടും. അതിപ്പോ പറഞ്ഞിട്ടെല്ലാം കൂടുന്നു എന്നുള്ള കാര്യം ഓക്കെ. പക്ഷെ ഇപ്പോ അതിന്റെ പുറകെ ഇതിന്റെ പുറകെ അദ്ദേഹം അവിടെ മാന്യമായിട്ട് രീതിയിൽ പ്രതിഷേധിക്കുകയാണ്, ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ്. നമ്മുടെ ഇപ്പൊ ആം ആദ്മി പാർട്ടിയിലെ അന്ന ഹസാരെ എന്തോരം വർഷം നിരാഹാരം ഇരുന്ന സംഭവമൊക്കെ നമ്മൾ കണ്ടതാ. അതിന്റെ കൂടെ കെജ്രിവാളൊക്കെ ഇരുന്ന നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പിന്നെ അതൊരു ആം ആദ്മി പാർട്ടിയായിട്ട് ഫോം ചെയ്തു. അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നുള്ള കാര്യം തന്നെ. പ്രതിഷേധിക്കണം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ പിള്ളേര് തെരുവിലേക്ക് ഇറക്കാനായിട്ട് ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ആഹ്വാനത്തെയാണ് എതിർത്തതെന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രൊട്ടസ്റ്റ് ആകാം, കാരണം നേപ്പാൾ മോഡലിൽ സംഘടിക്കണം എന്നൊരു ആരോ പറഞ്ഞതായിട്ടുണ്ട്. ആ ഒരു വ്യക്തിയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, അവർ പറഞ്ഞതായിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ടൈം ലൈൻസ് തമ്മിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഈ നേപ്പാളിലെ ജൻസി കലാപം നടക്കുന്നതിന് മുൻപാണ് ലേച്ചലോ എന്നുള്ള ഇഷ്യൂ നടക്കുന്നത്, മരണപ്പെടുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ ഇത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇപ്പൊ നേപ്പാളിൽ നമ്മൾ ജൻസി പ്രക്ഷോഭമൊക്കെ കണ്ടതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും പ്രതീക്ഷിച്ചില്ല. അത് സക്സസ് ആയി, ജൻസി പ്രക്ഷോഭം സക്സസ് ആയി. അവർ ഇന്റർനെറ്റ് ഒക്കെ വരെ കട്ട് ചെയ്ത് അത് ഭയങ്കര ഒരു സമരം തന്നെയായി വന്നതാണ്. ആരും വിചാരിച്ചില്ല, കാരണം അങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ സോനം വാങ്ചുക്ക് ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രതിഷേധിച്ച് നിൽക്കുന്ന സമയത്ത്
നമ്മള് കുറച്ച് ഇന്ത്യക്കാര് ഇങ്ങനെ ഇറങ്ങണം എന്ന് ഇവിടെ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ വ്യക്തിയുടെ അടിസ്ഥാനത്തിലാണ് അവർ തെരുവിലിറങ്ങി ജൻസി കലാപം നടത്താൻ നോക്കിയത്. അത് നേപ്പാൾ മോഡൽ നമ്മൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നേപ്പാൾ അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പോയി. പക്ഷെ സോനം വാങ്ചുക്കിന് വലിയ പ്രതിഷേധം ഉണ്ടാക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് റിമൂവ് ആക്കുക ചെയ്തത്. എന്നിട്ടും വെടിവെപ്പൊക്കെ നടന്നു. ഒരു 2-3 ദിവസം എനിക്ക് തോന്നുന്നു ആണോ എന്ന് എനിക്കറിയില്ല, 2 ദിവസം ഒരു കലാപം സൃഷ്ടിച്ചു അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം ജൻസി കലാപമായിട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതല്ല, ചില അത് ജൻസി കലാപം തന്നെയാണെന്ന് നമുക്ക് പറയാം. ഇപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു കാര്യം പറയാം. അതായത് ഞങ്ങൾ ഈ പറഞ്ഞ ഒരു ജന്തർ മന്ദറിൽ കൂടുന്ന ഒരു സാധനത്തിനെതിരെ ഒരു പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ തന്നെ ഞങ്ങൾ പറയുന്നത് ദിസ് വിൽ ബി എ സൈലന്റ് പ്രൊട്ടസ്റ്റ് എന്നാണ്. ഒരു തരത്തിലും ആക്രമണ രാഷ്ട്രീയത്തെ ഒരു കാര്യത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഒരാൾ മുമ്പോട്ട് വരരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇതിനകത്തിപ്പോ ഇതൊരു സെൻട്രലൈസ്ഡ് പരിപാടിയല്ല. എന്നാൽ അങ്ങനെ ആവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അല്ലാത്തത് കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രവണത ഉണ്ടായാലോ, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേരിൽ തന്നെ ഒരു ലോഡ് ഫേക്ക് പേജുകളുണ്ട്. അതിനകത്തൊക്കെ BJPയുടെ ഹാൻഡിലുകളായിരിക്കും, നമ്മുടെ പാർട്ടിയെ കളിയാക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരാൾ നാളെ ഒരു പോസ്റ്റ് ഇടുകയാണ് ഈ പറഞ്ഞതുപോലെ കയറി അടിയടാ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവൻ ചെയ്ത് കളയും. അങ്ങനെ ഉണ്ടാവരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ ഒഫീഷ്യൽ പേജുകളിൽ നിന്ന് തന്നെയുള്ള മെസ്സേജുകൾ തന്നെ ഫോളോ ചെയ്യണമെന്നാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ. ആക്രമണ രാഷ്ട്രീയം അത് എന്തിന്റെ പേരിലായാലും എവിടെ നടന്നാലും അത് തെറ്റ് തന്നെയാണ്, അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോ ED വന്ന് റെയ്ഡ് ചെയ്യുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നുണ്ട്. പക്ഷെ EDയുടെ വണ്ടിയെ തല്ലി പൊളിക്കുന്നത് തെറ്റാണ്. അക്രമം നടത്താൻ പാടില്ല. പക്ഷെ അന്വേഷണം നേരിലായി പൊക്കോട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥരെ കൈവെക്കേണ്ട ആവശ്യം നമുക്കില്ല. വ്യക്തമായിട്ട് ആൻസർ കിട്ടി. ഇപ്പൊ നമ്മൾ കുറച്ചു നേരം മുന്നേ പറഞ്ഞ പോലെ അതായിട്ട് ചീഫ് ജസ്റ്റിസിനെ രാജ്യസഭാ അംഗമാക്കിയത് നമ്മുടെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. 1998 കോൺഗ്രസിലെ രംഗനാഥ് മിശ്ര, അതായത് അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന BJP ആണ്. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. ആ ഒരു സമയത്ത് നമ്മുടെ കോൺഗ്രസിലെ MLA-മാരെല്ലാം കൂടി ഒഡീഷയിൽ നിന്നെങ്ങാണ്ടോ നമ്മുടെ രംഗനാഥ് മിശ്രയെ മത്സരിപ്പിച്ചു, ജയിപ്പിച്ച് രാജ്യസഭാ സീറ്റ് നൽകിയത് പുള്ളിക്കാരനാണ്.